അതെന്തോ ചാക്കേട്ടാണല്ലോ. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ ഞാനോർത്ത് പപ്പിമോള് പേടിച്ച് പതുങ്ങിയിരിക്കുകയാണെന്ന്. നീ വണ്ടി എടുക്ക, ഒന്ന് എടുക്കടാ വേഗം. പോണം. നിങ്ങൾ പോയി വേറെ ആരോടെങ്കിലും ചോദിക്കും. എനിക്കറിയില്ല, എനിക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്കറിയില്ല, നിങ്ങൾ പോണം. അപ്പൊ എനിക്ക് ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാ നാളെ ഞാൻ നിങ്ങൾ വന്ന് കണ്ടോളാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഇയാൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാ. கஷ்டமான நாள். காலை முதலில் சாயந்தரம் வரை எங்கே எல்லாம் அலைஞ்சு எதுவுமே கிடைக்கல. வாய் மூடு. என்ன என்ன விஷயம்? அங்க அங்க பாரு. அடடடா, அருமையான குழந்தை. அருமை இல்லை, எருமை. എടി വിവരം കെട്ടവളെ, നമ്മൾ രണ്ടാളും யாரோடு ചെന്ന് കൈ നീട്ടിയാലും ഒന്നും തരാது. நம்ம கூட இந்த மாதிரி ஒரு குழந்தை இருந்தா എന്തെല്ലാം கிடைக்கும் தெரியுமா? இது யாருடைய குழந்தை? யாருக்கு தெரியும்? இது நம்ம குழந்தை. ஆனா 2 நாளைக்கு அப்புறம் கண்ணு தெரியாம நடந்துரும். அது எப்படி? இப்படி கண் இல்லாம இருந்தா நிறைய பணம் கிடைக்கும். ஏய், அல்ல நீங்களா? பயந்து போச்சு. என்ன பிசினஸ்? அந்த குழந்தை என்னோட குழந்தை. அது எப்போ முதல்ல? இப்ப முதல்ல. மரியாதைக்கு பேசாம நில்லு.
ഭിക്ഷക്കാരാണെന്ന് തോന്നുന്നു. ഒന്ന് അവിടെ നിർത്തി. എന്താ എന്താ ഇവിടെ? நில்லங்க. அது எங்க குழந்தை, தொடக்கூடாது. വിട്ടോ, ഇല്ലെങ്കിൽ ആദ്യം തെറിക്കുന്നത് ഇവന്റെ തലയായിരിക്കും. ஐயோ கடவுளே, காப்பாத்துங்கோ. ஓடுங்கடா. അപ്പി, മോളെ, മോളെ ഒന്നും പറ്റില്ലല്ലോ? ഇല്ല. എന്തിനാ മോളെ നീ ഇറങ്ങിപ്പോന്നത്? ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്റെ മോളെ എന്തെല്ലാം ചെയ്തേനെ. എനിക്ക് സങ്കടം വന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്ത് സങ്കടം? എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞ പോരായിരുന്നു? അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. എല്ലാരും പറയാ ഞാൻ അമ്മയുടെ മോളല്ലാന്ന്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും മോളത് കേട്ടില്ലെന്ന് നടിച്ചാ മതി. വിഷമം വന്ന അമ്മയോടത് പറയണം. അമ്മയ്ക്ക് സങ്കടാവൂലേ? മോൾ ഇറങ്ങിപ്പോന്നാലും അതും സങ്കടം തന്നെയല്ലേ? സാരമില്ല, ഒരു കുഴപ്പമില്ല. ഒരു പോറല് പോലും ഏൽക്കാതെ എന്റെ മോളെ തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. ആന്റി, ആന്റി പോലീസാണോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ? ഈ പോലീസിന്റെ കയ്യിലല്ലേ തോക്കുള്ളത്? പറ. ഹേയ്, അത് വെറും കളിത്തോക്ക. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാ അവരെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി. ആണോ? പിന്നല്ലാതെ. ആ മണ്ടന്മാര് വിചാരിച്ചു അത് ഒറിജിനൽ തോക്കാണെന്ന് അല്ലേ? അയ്യേ. ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നാ മതിയോ? പോണ്ടേ? എന്താ മോളെ? അമ്മ എന്നെ വഴക്ക് പറയാണ്ട് ഇറങ്ങിപ്പോന്നതിന്. ഇല്ല, എന്റെ മോളെ വഴക്ക് പറയണ്ടെന്ന് ആന്റി പറഞ്ഞോളാം. ഷുവർ? ഷോ. നല്ല ആന്റി. ഉമ്മ. ഞാൻ ബാഗ് എടുക്കട്ടെ? ആന്റി പിടിക്കേ. പോവാം. പോ. പോ.
തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയെന്നോ? എവിടുന്നാ? അവള് അധിക ദൂരമൊന്നും പോയിട്ടില്ലായിരുന്നു. ഇവിടെ പമ്പ് ഹൗസ് റോഡില് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ദൈവം കാത്തു. ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് വരാം, നീ ഫോൺ വെച്ചോ. പപ്പിയെ കിട്ടിയച്ചാ? കിട്ടിയെന്നോ? ആരാ അവളെ കണ്ടുപിടിച്ചേ? എന്റെ ഒരു ഫ്രണ്ടാച്ചാ. അവള് കാർ ഓടിച്ചു പോകുന്ന വഴിക്ക് പപ്പിയെ കണ്ടെത്തുമായിരുന്നു. ഞാനെന്തായാലും അവരെ വിളിച്ചു പറയട്ടെ. ശ്യാമയോ? ഹലോ. രോഹിത്തെ, പപ്പിയെ കിട്ടി. ശരി. എന്താടാ? പപ്പിയെ കിട്ടിയെന്ന്. പപ്പിയെ കിട്ടിയെന്നോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അല്പം പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഈശ്വര. ശ്യാമയുടെ ഫ്രണ്ട് ഇപ്പോൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആ ശരി ശരി ശരി. ദൈവമേ. നീ എവിടെയാ പോയേ? മോളെ തിരിച്ചു കിട്ടിയില്ലേ, അതോർത്ത് സമാധാനിക്കേ. എന്റെ മോള് അമ്മ എന്തുമാത്രം വിഷമിച്ചടാ ചക്കരെ. ക്ഷമേ, മോളെ ശ്രദ്ധിക്കണം ക്ഷമേ. ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിനെ കൊത്തിപ്പറിക്കാൻ തയ്യാറായി നിൽക്കുന്ന കഴുകുമാരാ ചുറ്റിലും. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടോ ഈ പ്രായത്തിലൊരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? സാരമില്ല, നീ ഇനി മോളെ വഴക്കൊന്നും പറഞ്ഞേക്കല്ലേ. അതോർത്ത എനിക്ക് സഹിക്കില്ല. നെഞ്ചു പൊടി. സൂക്ഷിച്ച മതി, അതാ ഞാൻ ഉദ്ദേശിച്ചു. ശരിയെന്നാ ഞാൻ ഇറങ്ങുക. ഇപ്പൊ പോവണ്ട, ഇവിടെ കേറിയിട്ട് പോയാ മതി. അച്ഛനെയും സത്യാമ്മയും ഒക്കെ കാണണം, എന്നിട്ട് പോയാ മതി. എടാ, പപ്പിമോളെ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ?
കൃത്യമായി ഒന്നും പറഞ്ഞില്ല സത്യമേ. ശ്യാമയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് വിടുമെന്നാ പറഞ്ഞത്. ചിലപ്പോ അവരാരെങ്കിലും കണ്ടതായിരിക്കും. ആ ആയിരിക്കും. എന്തായാലും ആ ഫ്രണ്ടിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ വീട്ടിൽ കൊണ്ടാക്കി കാണും എന്നാ പറഞ്ഞത്. എങ്കിൽ നീ വേഗം വണ്ടി വിടുമോനെ. ചിലപ്പോ ആ ഫ്രണ്ടിനെ കാണാൻ പറ്റിയാലോ, ഒരു നന്ദി വാക്ക് പറയാലോ. ശരിയാ, മോളെ രക്ഷിച്ചതല്ലേ. ആന്റി പ്ലീസ് പോവല്ലേ. മോളെ വേണ്ട, ഇനി വേറൊരു ദിവസം ആവാം. ഇല്ല, വരണം. ഇന്ന് തന്നെ വരണം. ഇപ്പൊ തന്നെ വരണം. എന്താ മോളെ ഇത്? നിർബന്ധം പിടിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കല്ലേ. ഞാൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, എന്നോട് ക്ഷമിച്ചേക്കണേ. ഞാൻ മനഃപൂർവ്വം നോക്കാതിരുന്നതല്ല. എന്റെ കണ്ണ് വെട്ടിച്ചിറങ്ങി പോയതാ. ഒന്നും മനഃപൂർവ്വമല്ല, അറിയാതെയാ. മനസ്സിലായി. പക്ഷെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ശ്യാമേ. അതറിഞ്ഞ് പെരുമാറിയ ആർക്കും ആരെയും വേദനിപ്പിക്കേണ്ടി വരില്ല. അച്ഛന്റെ മുത്തേ, എവിടെയായിരുന്നു നീ? പപ്പി ചെല്ലേ. പപ്പി എന്താ മോളെ കാണിച്ചേ? പേടിച്ചു പോയില്ലേ ഞങ്ങള്? മോളിങ് വന്നേ. മോളെ വാ, ഇനി അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. ദേ, എന്റെ പപ്പിമോള ഈ വീടിന്റെ സ്വത്ത്. പപ്പിമോൾ ഇറങ്ങിപ്പോയപ്പോ ഈ സത്യമ്മയുടെ പ്രാണൻ അറ്റുപോയ പോലെ തോന്നി. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ ആരും അല്ലെന്നാണല്ലോ പറയുന്നത്. സത്യമ്മയുടെ കൊച്ചുമോളല്ലെന്ന്.
നുണ പറയുന്നത്. എന്റെ പൊന്നല്ലേ സത്യമ്മയുടെ കൊച്ചുമോള്, മോളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പൊന്നുമോള്. എന്നിട്ട് അവരാരും സത്യമ്മ പറയുന്ന വിശ്വസിക്കുന്നില്ലല്ലോ.